അന്ധവിശ്വാസങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാം സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാ. സമ്മതിച്ചു. അവൾ ഇവിടുന്ന് പോയി പാമ്പ് കടിയേറ്റ് മരിച്ചാ എനിക്ക് സന്തോഷേ ഉള്ളൂ. അമ്മ നിർബന്ധിച്ചുകൊണ്ടാ ഞാനും സമൃദ്ധിയും ഈ പൂജയ്ക്കായിട്ട് വന്നത്. ഇവിടെ വന്നപ്പോ തോന്നുക വന്നില്ലായിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായി പോയെന്ന്. സത്യം അത്. ഞാൻ ശരിക്കും ഈ പൂജയ്ക്കായിട്ട് വന്നതല്ലെങ്കിലും ഇവിടെ വന്ന് ഈ പൂജയുടെ മഹത്വമൊക്കെ അറിഞ്ഞപ്പോ വന്നത് നന്നായെന്ന് എനിക്കും തോന്നി. ഈ ക്ഷേത്രത്തിലെ ദമ്പതി പൂജ വലിയ പ്രസിദ്ധിയുള്ളതാ. നിങ്ങൾക്കിടയിൽ വല്ല പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ഈ പൂജയുടെ അത് മാറിക്കിട്ടും. അതെനിക്ക് ഉറപ്പാ. അപ്പോ നിങ്ങളുടെ കാര്യം നടക്കട്ടെ, പിന്നെ കാണാം. സമയമുള്ളപ്പോ എന്റെ മുറിയിലേക്ക് വാ, നമുക്ക് വല്ലതും സംസാരിച്ചോണ്ടിരിക്കാം. വരാം. ആയിക്കോട്ടെ. നമ്മളെവിടെ പോയാലും അവന്തിക ഉണ്ടാവുമല്ലേ നമ്മുടെ കൂടെ? എന്തായാലും ഇവിടുത്തെ പൂജയുടെ കാര്യത്തില് അവന്തിക പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും. ഈ പൂജയോടെ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവും. അമ്മയോടൊരു താങ്ക്സ് പറയണം. അമ്മ ആദ്യം പറഞ്ഞപ്പോ ഇത്രയും വിശേഷപ്പെട്ട പൂജയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറയുന്നതും താൻ കേൾക്കുന്നില്ലേ? താൻ ആരെയും നോക്കുന്നേ? എന്തായാലും താൻ രാവിലെ മുതൽ അമ്പലത്തിൽ നിന്ന് വെയിൽ കൊണ്ടതല്ലേ, വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോ. മമ്മി എന്താ പറഞ്ഞു വരുന്നേ? പൂജ കഴിയുന്നത് വരെ അവളിവിടെ ഉണ്ടാവുന്നോ? ഞാൻ പറഞ്ഞില്ലേ, അവള് നിന്റെ പൂജ മുടക്കാനായിട്ട് വന്നൊന്നുമല്ല, നാഗക്കളം വരയ്ക്കാനായിട്ട് വന്നതാ. നീ നവീൻ ഇവിടെ പൂജയ്ക്ക് വരുന്ന കാര്യം അവൾ അറിഞ്ഞിട്ട് കൂടിയില്ല. പിന്നെ എന്തിനാ അവളെ കുറ്റം പറയുന്നേ? ഓ, മമ്മി ചെന്ന് ചോദിച്ചപ്പോ അവള് ചില നട്ടാ കുരുക്കാത്ത കാര്യങ്ങള് മമ്മിയെ പറഞ്ഞു കേൾപ്പിച്ചു. മമ്മി അത് വിശ്വസിച്ച് എന്റെ അടുത്ത് വന്ന് വിളമ്പുന്നു. അല്ല മോളെ, മമ്മി വേണമെങ്കിൽ അതൊക്കെ വിശ്വസിച്ചോ, പക്ഷെ അതൊക്കെ എന്നോട് വിശ്വസിക്കാൻ പറയണ്ട. അവൾ അറിയാതെ വന്നതാണ് പോലും. നാഗക്കളത്തിന്റെ പേരും പറഞ്ഞിട്ട് അവൾ എന്റെ നവീന്റെ പൂജ മുടക്കാൻ തന്നെയാ വന്നത്. അതുകൊണ്ടാ മമ്മി ചെന്ന് പറഞ്ഞിട്ടും അവൾ പോകാൻ കൂട്ടാക്കാത്തത്. അവള് പോവാൻ എനിക്ക് ഉറപ്പ് തന്നതാ. പിന്നെ പിന്നെ എന്തു പറ്റി മോളെ? നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. കൃഷ്ണ ഇവിടുന്ന് പോവാൻ വേണ്ടി പൂജാരിയുടെ അടുത്ത് അനുവാദം ചോദിച്ചപ്പോ പൂജാരി പറഞ്ഞത് അങ്ങനെ ഒരു പൂജ മുടക്കി ഇവിടുന്ന് പോയാല് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്ന. എന്തു ദുരന്തം? ആർക്ക്? അങ്ങനെ പോകുന്നവര് പാമ്പ് കൊത്തി മരിക്കും അത്ര. മുമ്പ് ഇവിടെ അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് പോലും. നാഗശാപത്തെ കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാ. ഇതൊന്നും അന്ധവിശ്വാസങ്ങളല്ല കുട്ടി. അന്ധവിശ്വാസങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാം സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാ. സമ്മതിച്ചു. അവൾ ഇവിടുന്ന് പോയി പാമ്പ് കടിയേറ്റ് മരിച്ചാ എനിക്ക് സന്തോഷേ ഉള്ളൂ. എന്റെ നവീന്റെ ഇടയിലുള്ള ശല്യം അതോടെ അങ്ങ് തീർന്നു കിട്ടില്ലേ? അതുകൊണ്ട് അവള് ചത്തു പോന്നെങ്കി അങ്ങ് ചത്തു പൊക്കോട്ടെന്നേ. ഗാഥ, പൂജയ്ക്ക് വേണ്ടി വ്രതം എടുത്തിരിക്കുന്ന നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ചിന്തിക്കുക പോലും വരുത്. എനിക്ക് എന്റെ ലൈഫാ വലുത്. അവള് ജീവനോടെ ഉള്ളിടത്തോളം കാലം എന്റെ ജീവിതത്തിൽ അത് റിസ്ക് തന്നെയാ.
നവീൻ അവളെ കണ്ട പിന്നെ എന്താ ഉണ്ടാവാന്ന് മമ്മിക്ക് അറിഞ്ഞൂടെ? അങ്ങനെ എന്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഞാനും നവീനും ദാമ്പത്യ പൂജ ചെയ്യുമ്പോ കൃഷ്ണ എന്ന് പറയുന്നവള് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതെനിക്ക് നിർബന്ധം. മമ്മിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ അവളുടെ അടുത്ത് പോയി പറയാം. പക്ഷേ അത് മമ്മി പറയുന്നത് പോലെ ആയിരിക്കില്ല. ഇന്ന് രാത്രി നവീൻ ഇവിടെ എത്തും. അതിനു മുന്നേ അവൾ ഇവിടുന്ന് പോയിരിക്കണം. പോയില്ലെങ്കിൽ ഞാൻ അവളെ പറഞ്ഞു വിട്ടിരിക്കും. മാം, ഒന്നുകൂടി കൃഷ്ണയോട് സംസാരിച്ചു നോക്കിയാലോ? ഗാഥ മാഡം പറഞ്ഞ പോലെ ചെയ്യും. അത് മാമിന് അറിയാലോ. മാം പറഞ്ഞ കൃഷ്ണ അനുസരിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞ അവള് പോവും, എനിക്കറിയാം. പക്ഷെ പൂജാരി പറഞ്ഞൊക്കെ കേട്ടിട്ട് എനിക്ക് അവളോട് എങ്ങനെ പോവാൻ പറയാൻ പറ്റും സിനി? ഇനി പാതി വഴിക്ക് ചടങ്ങുകളെല്ലാം ഇട്ടെറിഞ്ഞു പോയിട്ട് അവക്കെന്തെങ്കിലും സംഭവിച്ച? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് ഈ മഹാദമ്പതി പൂജ പൂർത്തിയാക്കണം. നീ അതിന് തടസ്സമായിട്ട് നിൽക്കരുത്. ഞാനായിട്ട് ഒന്നിനും ഒരു തടസ്സമില്ല. നീ പറയുന്നത് കള്ളമാണ്. എന്റെ പൂജ മുടക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ഇവിടെ ഇരിക്കുകയാണ്. ഗാഥ, നിന്റെ തെറ്റിദ്ധാരണ ഇതൊക്കെ. അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണം. നവീൻ ഇപ്പോ വരും. നേരത്തെ നീ ചെയ്തിരുന്ന പോലെ വെറുതെ നവീന്റെ മുന്നിൽ ചെന്ന് പെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. നീ കാരണം എന്റെ ജീവിതം നശിക്കരുത്. പൂജ നടക്കുന്നതിന് മുന്നേ ഇവിടെ വിട്ട് പോവാൻ പറ്റില്ല. അഥവാ ഞാനിവിടുന്ന് പോയാ എന്താ സംഭവിക്കാന്ന് പൂജാരി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഓ, നവീന്റെ പിന്നണ നടക്കാൻ നിനക്ക് നാണോ ഇല്ലേ? ഒരു കാര്യം ഞാൻ പറയാം. മനഃപൂർവ്വം നവീന്റെ മുന്നിൽ ചെന്ന് എന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ച ഇവിടെ നടക്കാൻ പോകുന്നതേ മഹാദമ്പതി പൂജയായിരിക്കില്ല. ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗാ. നേരത്തെ സംഭവിച്ചതുപോലെ ഇനി ഒരിക്കൽ കൂടി സംഭവിച്ച ഈ പൂജ തീരുന്നതിന് മുന്നേ നിന്നെ കൊന്ന് ഞാനും എന്റെ ജീവിതം അവസാനിപ്പിക്കും. അയ്യോ.